ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂം ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ്. ഒത്തിരി പേരൊക്കെ കമൻറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ. ബാത്റൂമും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത്, പിന്നെ ഗ്ലൗസ് ഇടണം, മൂക്കിൽ തോർത്ത് കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മൂക്കിൽ തോർത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ വൃത്തിയാക്കുന്ന സമയത്ത് എല്ലാവരും തോർത്തും മൂക്കിൽ തോർത്തും കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണോ കാലിൽ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണോ വൃത്തിയാക്കുന്നത്? അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മുടെ വീടല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. എനിക്കാണെങ്കിൽ ദൈവം പ്രത്യേകിച്ചിട്ട് ഒരു അലർജി ഒന്നും തന്നിട്ടില്ല. എനിക്കിങ്ങനെ പൊടി കൊണ്ടാൽ അലർജിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്കില്ല കേട്ടോ ദൈവം വെച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ അടിക്കുന്നതൊന്നും അല്ലല്ലോ, ഇത് പൊടിയൊന്നും തട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ മൂക്കിൽ തോർത്തൊന്നും കെട്ടേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുങ്ങനെ വണ്ണാമ്പലയൊക്കെ മുകളിൽ ഉണ്ടായിരുന്നതുകൊണ്ടൊന്ന് ചെറുതായിട്ട് തട്ടീന്. അത് വലുതായിട്ടൊന്നുമില്ല, ചെറുങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കണ്ടപ്പോൾ ഒന്ന് എന്തായാലും വൃത്തിയാക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് ചൂലെടുത്തിട്ട് ഒന്ന് കളഞ്ഞതാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ സജഷൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഞാൻ അധികം ക്ലീനിങ് വീഡിയോ ആണ് എൻ്റെ ചാനലിൽ ഇടുന്നത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൂടുതലായിട്ടും ക്ലീൻ ചെയ്യുന്ന വീഡിയോസാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. ഞാൻ ക്ലീനിങ് ബ്ലോഗ് ഇടുമ്പോഴാണ് എനിക്ക് കുറച്ച് വ്യൂസൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഓരോ ക്ലീനിങ് വീഡിയോവും ഞാൻ ഇത് വീഡിയോ ആക്കിയിട്ട് ഇടുന്നത് കേട്ടോ. അതിനൊത്തിരി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ ബാത്റൂം ക്ലീനിങ് ആണ്. എന്നോട് ഒത്തിരി പേര് കമൻറ്റ് ബോക്സിൽ അറിയിച്ചൊരു വീഡിയോ ആണ് ബാത്റൂമും ടോയ്ലറ്റും ക്ലീനിങ്. അപ്പോൾ അങ്ങനെ ടോയ്ലറ്റ് ഞാൻ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ബാത്റൂം ആണെങ്കിൽ ഒത്തിരി നാളായിട്ടോ ഡീപ്പ് ക്ലീൻ ചെയ്ത് നമ്മൾ നോർമൽ ക്ലീനിങ് എപ്പോഴും ചെയ്യാറുള്ളതാണ്. ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ഒത്തിരി നാളായി. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ മണ്ണാണോ കരിയാണോ എന്ത് കുന്താണ് ഇത് പിടിച്ചതെന്നും എനിക്കറിയില്ല, നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് തേക്കുമ്പോൾ ഇത് പോകുന്നുണ്ട്. നല്ലൊരു ടൈൽസാണ് കേട്ടോ. ടോയ്ലറ്റ് ഇട്ടിട്ടില്ലായിരുന്നു, അതേപോലത്തെ ടൈൽസാണ് ഇതിലുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല ഇത് തേച്ച് വൃത്തിയാക്കാൻ. സോപ്പും സർപ്പൊക്കെ ഇട്ട് തേക്കുമ്പോൾ ഇതങ്ങ് ഇളകിയിട്ട് പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മുകളിൽ കുറച്ച് വണ്ണാമ്പലയൊക്കെ കണ്ടു. അങ്ങനെ പെട്ടെന്ന് ചൂലെടുത്ത് കൊണ്ടുവന്ന് അതൊന്ന് തട്ടിക്കൊടുത്തു. കാരണം നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് കാണുമ്പോൾ അത് പെട്ടെന്ന് വൃത്തിയാക്കിയാലേ അങ്ങ് കഴിയും. പിന്നെ അത് അവിടെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ പിന്നെ ഞാൻ ചെയ്യലേ ഉണ്ടാവില്ല. കണ്ടോ, ഇപ്പോൾ ഒരു സൈഡ് നല്ല വൃത്തിയായിട്ടോ തേച്ചിട്ട്, ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ കരിയും മണ്ണും എന്താണെന്നറിയില്ല ഈശ്വരാ, ഒരുപാടുണ്ടായിരുന്നു. തേച്ചിട്ട് ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നത് ഇതിങ്ങനെ ഇളകി വരുന്നത്. ഇത്രയും മണ്ണ് ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് ഈ തേച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാണുമ്പോൾ അത്രയും തോന്നുന്നില്ല കേട്ടോ. ഒന്നാമത് താഴെയൊന്നും ഒട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല കറുത്തതായതുകൊണ്ട്. ഈ വൈറ്റുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് അവിടെ കറുത്ത മണ്ണ് പിടിച്ചിട്ട് കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ കറുത്ത സ്ഥലത്ത് നല്ലതുപോലെ മണ്ണ് പിടിച്ചിട്ടുണ്ട്. തേക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് കേട്ടോ, ഇളകി പോകുന്നത്. എത്രയോ നാളായിട്ട് വിചാരിക്കുകയാണ് ഈ ബാത്റൂം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന്. മടിയാണ്, ഭയങ്കര മടിയാണ്. എപ്പോൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കും ഒത്തിരി സമയം വേണ്ടേ. ഇന്ന് ഞാൻ രാവിലെ തൊട്ട് വിചാരിക്കുകയാണ് എന്തായാലും ഇതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന്. അങ്ങനെ വിചാരിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. ഞാൻ രാവിലെ ബാക്കി എല്ലാ പണികളും ചെയ്തതാണ്, എന്നിട്ട് പോലും ഞാൻ ഇതുവരെ വൃത്തിയാക്കാൻ ഇറങ്ങിയിട്ടില്ല. അതാണ് എനിക്ക് അറിയില്ല എന്താ ഞാൻ ചെയ്യണതെന്ന്, എനിക്ക് ഒരു പിടിയില്ല. ഇന്ന് രാവിലെ ആണെങ്കിൽ ചോറും കറിയും ഒക്കെ ആയതാണ്. മക്കൾക്ക് സ്കൂളുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കിയത്. എനിക്കൊരു ക്ലാസ്സും ഉണ്ടായിരുന്നു ഒന്ന്. അപ്പോൾ ഇന്നലെ രാത്രി 10:30 സ്കൂളില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടും ഈ നെറ്റ് ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ മെസ്സേജ് കണ്ടില്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു ദീദി വന്നിട്ടാണ് എന്നോട് ചോദിച്ചത് ഇന്ന് സ്കൂളില്ല. അപ്പോഴേക്ക് പൂജയൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഒരു 6:30 6:30 ആകുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോഴത്തേക്ക് എൻ്റെ ഏകദേശം പണിയായിന്, ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ആയിന്. അതുകൊണ്ട് രാവിലെ അതൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി നേരം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നു, ഞാൻ തുടക്കമൊക്കെ ചെയ്ത് പെട്ടെന്ന് അലക്കാനുള്ള തുണിയൊക്കെ അലക്കി
അങ്ങനെ എല്ലാ പണികളും ഞാൻ ചെയ്തതാണ്. എന്നിട്ട് രാവിലെ പെട്ടെന്ന് ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും ഇന്ന് 11:30 ആയിട്ടാകുമ്പോഴാണ് ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്താ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കും അറിയില്ല. എനിക്ക് സമയം പെട്ടെന്ന് പോകുന്ന പോലെയോ, എനിക്കാണെങ്കിൽ ഒരു പണി ആവുന്നുമില്ല, സമയമാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഇന്ന് നമ്മുടെ പരിപാടി തുടങ്ങിയിട്ട് ഇത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ മണ്ണുണ്ട്, കാണുന്നുണ്ടല്ലോ നിങ്ങൾ. വെള്ളം ഒഴിക്കുമ്പോൾ താഴെയൊക്കെ കണ്ടോ, ഇതൊക്കെ തേച്ച് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ വരുന്ന മണ്ണാണ്. ചില ആൾക്കാരാണെങ്കിൽ വീടൊക്കെ നല്ല വൃത്തിയാക്കും, പക്ഷെ ബാത്റൂമും ടോയ്ലറ്റൊന്നും കാണാൻ പറ്റത്തില്ല. ഒട്ടും വൃത്തിയാക്കാണ്ട് ഇങ്ങനെ ജസ്റ്റ് കഴുകി വിടുന്നവർ ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഞാൻ അവരെ വീട്ടിൽ പോയിട്ടാകുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട്, ദൈവമേ ഇതെങ്ങനെ നിൽക്കുന്നു എന്ന്. സത്യമാണ് കേട്ടോ. ഈ ബാത്റൂമൊക്കെ നല്ല ഒരു മാസത്തിനുള്ളിലെങ്കിലും നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്തിരിക്കണം. ഇതിപ്പോൾ ഞാൻ ഒത്തിരി നാളായതുകൊണ്ടാണ് ഇത്രയും ഇതിന് മണ്ണ് പിടിച്ചത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഈ കഴുകാത്തവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ബാത്റൂമൊക്കെ നമ്മൾ കുളിക്കണ സ്ഥലമൊക്കെ അല്ലേ, താഴെ മാത്രം വൃത്തിയാക്കിയാൽ പോരാ, നല്ല 4 സൈഡിലും നല്ല പോലെ തേച്ച് വൃത്തിയാക്കി ഡോറും കൂടി നല്ല പോലെ വൃത്തിയാക്കി എടുക്കണം. ഈ ജനലൊക്കെ കണ്ടോ, ഇങ്ങനെ ജനലിലും മണ്ണുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും കഴുകുമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെയും തേച്ച് കൊടുത്തു. പക്ഷെ ഇത്രയും മണ്ണുണ്ടായിരുന്നു എന്ന് ഞാനും വിചാരിച്ചില്ല കേട്ടോ. ഇതിങ്ങനെ ഇളകി വരികയാണ് മണ്ണൊക്കെ. പിന്നെ അവിടെ ആണെങ്കിൽ സോപ്പൊക്കെ വെച്ചതുകൊണ്ട് ഒന്നാകെ അവിടെ ഇളകിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ സോപ്പ് പെട്ടെന്ന് ഇങ്ങനെ പറ്റി കിടക്കും. അങ്ങനെ സോപ്പൊക്കെ ഒന്ന് സെറ്റാക്കി വേറൊരു ബോക്സ് എടുത്തിട്ട് സോപ്പ് പെട്ടിയിൽ അങ്ങ് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും അവിടെ സോപ്പ് മൊത്തമായിട്ടുണ്ടാവും. അപ്പോൾ ഒരു സോപ്പ് പെട്ടി മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ വാഷ് ബേസിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതവിടെ ഈ സോപ്പ് വേണമെന്ന് ഹസ്ബൻഡിന് നിർബന്ധമായതുകൊണ്ട് ഞാനാണെങ്കിൽ അതവിടെ വെറുതെ വെക്കാൻ പറ്റില്ല. അപ്പോൾ വാഷ് ബേസിൽ മൊത്തം നീല കളർ ഇങ്ങനെ വരുന്നു. അതിങ്ങനെ വന്നിട്ട് നമ്മൾ വൃത്തിയാക്കാണ്ടിരുന്നെങ്കിൽ അവിടെ തന്നെ അതിങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ നമ്മുടെ വാഷ് ബേസ് മൊത്തമായിട്ട് വൃത്തികേടാവും. അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുത്തെ സോപ്പ് ബോക്സ് എടുത്തിട്ട് അപ്പുറത്ത് വെച്ചു കേട്ടോ. വാഷ് ബേസിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തപ്പിയിട്ടാകുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ബോക്സാണിത്. അങ്ങനെ ഇതിൽ നമ്മൾ സോപ്പ് സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലാകുമ്പോൾ നമ്മുടെ പുറത്തധികം ഒന്നും അങ്ങനെ സോപ്പ് വരത്തില്ല. ഓൾസൊന്നും ഇല്ലാത്ത ഒരു സോപ്പ് പെട്ടിയാണ്. ഇത് അലിഞ്ഞാലും അവിടെ തന്നെ കിടക്കുമല്ലോ, എനിക്ക് അതാണ് നല്ലത് കേട്ടോ. ഈ അലിഞ്ഞിട്ട് അടിയിലെ കൂടി ഇങ്ങനെ ഒലിച്ചു പോകുന്ന സോപ്പ് പെട്ടി ഒട്ടയില്ലത്, അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. കാരണം അതിനകത്ത് സോപ്പ് വെച്ചാൽ എല്ലാവരും പറയും അതിനകത്ത് വെള്ളം നിൽക്കില്ല, അത് പെട്ടെന്ന് ഒലിച്ചു പോകും. പക്ഷേ സോപ്പും അതിനകത്തോട്ട് ഇങ്ങനെ ഒലിച്ചിട്ട് അവിടെയൊക്കെ വൃത്തികേടായിട്ട് കിടക്കും. എനിക്ക് ഇങ്ങനത്തതാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളത് സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ താഴെ കുറച്ച് സർഫ് എന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ സർപ്പ് എന്നാട്ടോ പറയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയും, സർപ്പ്. അപ്പോൾ സർപ്പും കുറച്ച് വീറ്റി ഫ്ലോ ഒക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകുന്നുണ്ട്. നാവൊക്കെ വടിക്കണം എന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പഠിച്ചാലും ക്ലിയർ ആവുന്നില്ലടോ. അങ്ങനെ നമ്മൾ എല്ലാ സൈഡും നല്ലതുപോലെ തേച്ച് കഴുകി വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വാതിലും കൂടി തേച്ച് കഴുകണ്ടേ അല്ലേ, അവിടെ മാത്രം കഴുകിയാൽ പോരല്ല, വാതിലും നല്ലതുപോലെ ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെയും നല്ലതുപോലെ തേച്ചൊന്ന് വൃത്തിയാക്കി കഴുകുന്നുണ്ട്. എന്തൊരു ഭംഗിയാണല്ലോ ഇപ്പോൾ കാണുന്നത്. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വൈപ്പർ കൊണ്ട് വലിച്ചങ്ങ് കളയുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് തന്നെയാണോ ഞാൻ മുമ്പുണ്ടായ ബാത്റൂം, എനിക്ക് സംശയമാണ്. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. നല്ല സൂപ്പറായിട്ട് വെട്ടി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമല്ല, ഒത്തിരി ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ നല്ല എല്ലാ സൈഡും നല്ല മണ്ണൊന്നും ഇല്ലാതെ നല്ല കളറ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയും അടിപൊളിയായിട്ടുണ്ട്. താഴെ ഞാൻ എപ്പോഴും കഴുകാറൊക്കെ ഉണ്ട്, എന്നാലും ഇന്ന് പ്രത്യേകമായിട്ട് ഒരു സ്റ്റൈൽ വന്നതുപോലെ തോന്നുന്നു. കാരണം മൊത്തമായിട്ട് നല്ലൊരു വെളിച്ചം വന്നില്ലേ, എല്ലാ മണ്ണും ഇളകിയിട്ട് വൃത്തിയായി. എന്തോരം മണ്ണായിരുന്നു പറയും. ഇത് ഇപ്പോഴും ഇതിങ്ങനെ മണ്ണ് കിടക്കുന്നുണ്ട്. വലിക്കുന്ന ആൾക്ക് ഇങ്ങനെ മണ്ണ് എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പം ഞാൻ അവിടെ ഒന്ന് പിടിക്കേണ്ടെന്ന് വിചാരിച്ചു, മണ്ണ് അവിടെ പിടിക്കേണ്ടെന്ന് വിചാരിച്ചു, ഒന്നും കൂടി തേച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ ബാത്റൂം ഞാൻ അടിപൊളിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇത് എൻ്റെ ബാത്റൂം തന്നെയാണോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ഇപ്പോൾ മാറിപ്പോയോ എന്നറിയില്ല, അത്രയ്ക്കും അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ചുമ്മാ പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്ക്, എന്താ രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ആദ്യം നിങ്ങൾ കണ്ടതുപോലെ അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. ആദ്യം ഇങ്ങനെ മണ്ണ് പിടിച്ചിട്ട് കരിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നില്ലേ. ഇപ്പം എന്തൊരു ഭംഗിയാണ്, ഇങ്ങനെ തിളങ്ങുവാണ്. ഈ വൈറ്റ് ടൈൽസൊക്കെ നോക്ക്, അടിപൊളിയായിട്ടില്ലേ. എൻ്റെ ബാത്റൂം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.